ഞങ്ങൾ തല കുത്തി മറിഞ്ഞ് ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെ കയറ്റി വെക്കുന്നത്. അമ്മച്ചെണിച്ചൊരു കാര്യം പറയട്ടെ. അമ്മച്ചി വയ്യാതെ ഇന്നിച്ച് പൊടിയും കൊച്ചാണ്ട ഫോണിൽ മെസ്സേജ് ഇടുന്നുണ്ടോ. അമ്മച്ചി പറഞ്ഞു തോന്നിയ മാസം പറയുന്നു. എന്നിട്ട് നല്ലൊരു തെറിയും വിളിച്ചു. അത് ചിരി വീണെന്ന് അറിഞ്ഞപ്പോൾ 2 പ്രാവശ്യം കഴിച്ചു. ആ കൊള്ളായിരുന്നു. കഴിഞ്ഞ സുജിത്തിനെ ഒരാൾ വിളിച്ച് പറഞ്ഞ പ്രഷർ കൂടും കൂടുതൽ പെട്ടെന്ന് സ്കിറ്റ് എടുത്ത് കാണുക നോർമലാണ്. അപ്പം ഞാൻ കിടക്കുന്ന തൊട്ട കീഴെ ഒരാൾ കിടന്നുണ്ട്. ഈ സ്കിറ്റ് കൊണ്ട് ഭയങ്കര ചിരിയാണ് പുള്ളി, ഭയങ്കര ചിരിയാണ്. അപ്പം ഞാൻ എഴുതി നോക്കിയപ്പോൾ പുള്ളി തല തല്ലിച്ച് വായിലൊക്കെ ഭയങ്കര ചിരി. മരുന്നു പോയി പൂമകള്, അത് കന്നഡ സെറ്റ് ചെയ്താ. മരുന്നെല്ലാം ഞാൻ മറിച്ചോ, അത് അന്നേരം സെറ്റ് ചെയ്ത് പാടിയതാ. സുഹിതേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, സുഹിതേട്ടന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കണ്ടി ചില ടൈമിൽ ഔട്ടായി പോകുന്നത് കേട്ട് സ്കിറ്റിന്റെ ഒക്കെ ഇടയിൽ. അതൊക്കെ എന്താ സെറ്റപ്പ്? ഔട്ടെന്ന് പറഞ്ഞാൽ സ്കിറ്റ് മാറിപ്പോന്നതോ? അല്ലല്ല, സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കംപ്ലീറ്റ്ലി ഔട്ടായി പോയി നിൽക്കുകയൊക്കെ കേട്ടിട്ടുണ്ട്. അതെ. ഈ പുള്ളി എന്താ പറയാ, അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഫ്ലോറിൽ കയറുന്നതിന് മുമ്പേ ഇവൻ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്യും, ഞങ്ങൾ അറിയാതെ. അത് അവിടെ പ്രയോഗിക്കുന്നത്. അപ്പൊ നമ്മളറിയത്തില്ല. അപ്പൊ നമ്മൾ അന്നേരം വെച്ചിട്ട് ഇതിനെന്തുവാ ചെയ്യുന്നത് ഇതൊരു സാധനം. അപ്പൊ അത് ചിലപ്പോൾ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു അതോർക്കും എന്തുവാ ചെയ്യാൻ ആ സാധനം അതെന്താണ് ചെയ്യാൻ പറ്റുന്നത്, അത് പിടിക്കുന്ന. ഇതേപോലെ എവിടെ പോയപ്പോ ഒരു പേരയിലെ പേരക്കൊക്കെ പിടിച്ചോണ്ട് പോയത്. അത് നമ്മുടെ കട്ടപ്പന ഇടുക്കി ജില്ലയിലെ ഒരു പേഷ്യന്റിന്റെ ചികിത്സ ധനസഹായ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പോയി ഒരു പ്രോഗ്രാം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ പൊതുസമ്മേളനം എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങണം. അപ്പം ക്ലാസ് റൂമാണ് കളിക്കുന്നത്. അപ്പം നമ്മളൊരു ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ സുജിത്തിൻ്റെ എൻട്രിയാണ്. പുള്ളി ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ രാഷൻ ഡയലോഗ് തുടങ്ങി. അപ്പോൾ സാറ് വരേണ്ട ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് കഴിഞ്ഞു നമുക്ക്. അപ്പോൾ ആ ഓപ്പണാണ്, ആ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജാണ്, മണ്ടയൊന്നുമില്ല. അപ്പം ആ സൈഡിൽ പേര ഇങ്ങനെ ഞാൻ നിൽപ്പുണ്ട്. അപ്പം രാജേഷ് നോക്കിയാണ് ആ പേരയിലെ പിടിച്ചോണ്ടേ ഭയങ്കര പരിപാടി പുള്ളി വേറെ ഏതാണ്ട് ആലോചിച്ച് നിൽക്കുക. അപ്പം ഞങ്ങളിവിടെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പം ഞാനൊക്കെ രാജേഷ് നോക്കി, രാജേഷ് പറഞ്ഞു എടാ സാർ നിന്ന് ഉറങ്ങുന്നെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പെട്ടെന്ന് ഞെട്ടി വന്നത്. അങ്ങനെ ചിലപ്പോൾ പെട്ടെന്നേ അവന് കാരണം കുറേ ഉണ്ടല്ലോ, അത് പറഞ്ഞ് അത് തീരുന്നത് ശ്രദ്ധിച്ചില്ല. ഇതേപോലെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സ്റ്റേജിൽ പറ്റാറുണ്ടോ? ഫ്ലോറിലോ അതോ സ്റ്റേജിലോ? ഫ്ലോറിൽ. പിന്നെ ഫ്ലോറിലുണ്ട് ചില പ്രോപ്പർട്ടി ചിലപ്പോൾ നമ്മളെ കാണത്തില്ല, കിട്ടിയിട്ടൊക്കെ. അപ്പം നമ്മൾ അത് തിരിക്കാൻ വേണ്ടി കുറേ സാധനം അടിക്കും. അപ്പോൾ 1 ഇഞ്ചി അല്ലെ ഒരു വെളുത്തുള്ളി എന്തെങ്കിലും വേണം, അത് കിട്ടിയില്ല. അപ്പോൾ സാധനം ഇല്ലല്ലോ പറഞ്ഞാൽ കൗണ്ടർ കളയത്തില്ല. അതിൻ്റെ വലുപ്പം അനുസരിച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ കയ്യിലൊതുക്കാനല്ലോ, അപ്പം അതെടുക്കും ചുമ്മാ ഇങ്ങനെ. അല്ലാതെ അയ്യോ ഇഞ്ചി കിട്ടിയില്ല അപ്പം ഇത് കളയാനൊക്കത്തില്ല കൗണ്ടർ. അപ്പം അതെ അതെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പം രാജേഷ് അല്ലെ സുഹിത്തവർക്ക് അതില്ലാതെ എന്തോ ചെയ്യും, അല്ലെങ്കിൽ ഞാനും സുഹിത്തവർക്കും രാജേഷ് അത് ആ സംഭവം ഇല്ലാതെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ 3 പേരും അങ്ങനെ ചിന്തിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യും. അത് നല്ല കൗണ്ടർ ആണെങ്കിൽ കറക്റ്റ് അത് അടിച്ചിരിക്കും, ആ പ്രോപ്പർട്ടി നോക്കത്തില്ല. ഈ ഡയലോഗ് മാറിപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? ഡയലോഗ് മാറിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ മാറിപ്പോയെന്ന് പറഞ്ഞാൽ ക്ലാസ് കളിച്ചപ്പോഴൊക്കെ എന്നോട് ചോദിക്കേണ്ട ചോദ്യമൊക്കെ രാജനോട് ചോദിക്കുക, രാജനോട് ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കുക. അങ്ങനെ ഫസ്റ്റിൽ അങ്ങനെ രാജനോട് ചോദിച്ചപ്പോൾ അതിനകത്ത് പാസ് അടിച്ചു. പിന്നെ ആ പാസ് അത് ചിരി വീണെന്ന് അറിഞ്ഞപ്പോൾ 2 പ്രാവശ്യം കഴിച്ചു. ആ കൊള്ളായിരുന്നു. അങ്ങനെ അടിച്ചിട്ടുണ്ട്. പിന്നെ സ്കിറ്റുകൾ സുജിത്തിന് ഒരുപാട് പിന്നെ സംഭവങ്ങൾ സുജിത്ത് ഫ്ലോർ ചെയ്തിട്ടുണ്ട് തത്സമയത്തെ. കഴിഞ്ഞ ഞങ്ങൾ സ്വർണ്ണപ്പല്ലെടുക്കുന്ന ഒരു സ്കിറ്റ് കളിച്ചിരുന്നു, അപ്പൂപ്പല്ല് കണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇപ്പം കഞ്ഞി കൊടുക്കുന്നുണ്ട് ഞാൻ. കഞ്ഞി കൊടുത്തോണം ഇവൻ ഇങ്ങനെ ചവയ്ക്കാണ് ഇങ്ങനെ വെച്ച്. അപ്പം സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഓമയ്ക്കായോ? ഓമയ്ക്കല്ല ഞാൻ ചവച്ചാന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ നമ്മൾ അന്നേരം അടിച്ചതാണ്, അന്നേരം അടിച്ചാ. അപ്പം എന്നാലും നമുക്ക് ചിരി വരും കേട്ടോ, പക്ഷെ പിടിച്ച് നിൽക്കാന്നുള്ളതാണ്. സ്റ്റേജിലൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യും?
സ്റ്റേജിൽ കുഴപ്പമില്ല. അല്ല സ്റ്റേജിൽ ഞാൻ ഓൺ ഫ്ലോറിലാണെങ്കിലും ആ. ക്യാമറ റെക്കോർഡിംഗ് എല്ലാം ലൈവ് ചെയ്തിരിക്കില്ല. ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ ചിരി വരുമ്പോഴോ ഇല്ല, അന്നേരം പിടിച്ച് നിൽക്കാനുള്ളൂ, വേറെ മാർഗ്ഗമില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങിച്ചിരിക്കും. ഇറങ്ങി കഴിഞ്ഞിട്ടേ ഓർത്തിരിക്കും. അപ്പൊ ചില സ്കിറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്കിറ്റ് കളിച്ചിരുന്നു. അതിൻ്റെ ആദ്യം ഒരു പാട്ട്, അതൊക്കെ അന്നേരം സെറ്റ് ചെയ്ത മയിലെണ്ണയുടെ ഒരു സ്കിറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നിപ്പോൾ യൂട്യൂബിൽ ഇറങ്ങിയതേ ഉള്ളൂ. അതുപോലെ കാല് തട്ടിട്ട് ഗ്ലാസ് മരുന്ന് ഞാൻ തന്നെ അറിയാതെ കളയുന്ന പോലെ കളഞ്ഞിട്ട് ഞാൻ ഒരു പാട്ട് അന്നേരം പാടി. അതൊക്കെ നമ്മൾ അന്നേരം സെറ്റ് ചെയ്ത മരുന്നു പോയി പൂമകള്, അതൊക്കെ അന്നേരം സെറ്റ് ചെയ്താ. മരുന്നെല്ലാം ഞാൻ മറിച്ചോ, അത് അന്നേരം സെറ്റ് ചെയ്ത് പാടിയതാ. പക്ഷെ ഇവർ അന്നേരം കൂടെ കറക്റ്റായിട്ട് പിടിച്ചോളൂ. അപ്പൊ ഞാൻ അവരോട് പറയും ആദ്യം ഒരു പാട്ടല്ലേ മുമ്പ് പറയും, ആക്ഷൻ പറഞ്ഞ തൊട്ട് മുമ്പാ. ഞാൻ ഇതിന്റെ ഇടയിൽ അറിയാണ്ട് ഇവരോട് പറയും എന്തോ പാടുന്നു അവർക്ക് അറിയത്തില്ല. അങ്ങനെ പിന്നെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വേറെ സംഭവമാണ്. പോയതാ കയ്യിൽ നിന്ന് ഒരു വാക്ക് പോയാൽ ഓടിച്ചിരിക്കുമല്ലയോ സ്റ്റേജൊക്കെ. ഫസ്റ്റ് കാരണം നമ്മളിങ്ങനെ സ്റ്റേജിൽ കോമഡി ഒന്നും കളിച്ചിട്ട് മ്യൂക്കറി ഒന്നും കളിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആദ്യം സ്റ്റേജൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെ ജനങ്ങളുമായിട്ട് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. പക്ഷെ ഒരു 2-3-4 സ്റ്റേജ് 3-4 സ്റ്റേജുകൾ കഴിഞ്ഞപ്പോഴത്തേന് ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മളെ എത്ര ആളിരുന്നാലും കുഴപ്പമില്ല, പിടിച്ച് കയറിപ്പോ. ഇപ്പം എന്തോരം സ്റ്റേജ് പരിപാടികളൊക്കെ ഇപ്പം നമുക്ക് കഴിഞ്ഞ സീസൺ 157, ഇതിപ്പം സീസൺ തുടങ്ങുന്നല്ലോ. ഇപ്പം തന്നെ കുറേ പ്രോഗ്രാം ആയിട്ടുണ്ട്. ഇതൊക്കെ പ്രോഗ്രാമിലൊക്കെ കിട്ടിയ അംഗീകാരങ്ങൾ? അയ്യോ തീർച്ചയായിട്ടും. കഴിഞ്ഞ ഒരു വർഷ സീസണിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് സ്ഥലം പ്രോഗ്രാം പോകുന്ന സ്ഥലത്തു നിന്നും എല്ലായിടത്തു നിന്നും കിട്ടിയ 2025 കിട്ടിയ സംഭവങ്ങളാണ്. അതൊക്കെ ഒരുപാട് നന്ദി സ്നേഹം എല്ലാവരോടും അറിയിക്കുക. ഈ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒത്തിരി ആൾക്കാരെ ചിരിപ്പിക്കുന്നുണ്ട്. ഈ ആൾക്കാരുടെയൊക്കെ ഈ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ചിരി പടർത്തുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ TV ഷോ തന്നെ ഫ്ലോറിൽ നടക്കുന്ന പരിപാടികൾ തന്നെ, അത് ബാക്കിയുള്ളവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടോ? അല്ല അന്നേരം തന്നെയോ? അന്നേരമല്ല, പിന്നീട് നമ്മുടെ ഷോ വേറെ ആരെങ്കിലും ഒക്കെ കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ കീഴിൽ നിന്ന് സ്കിറ്റ് കണ്ടിട്ട് എന്നെ നോക്കിച്ചിരിക്കുന്നതിനെ കണ്ടിട്ടുണ്ട്. കാരണം എന്നെ മനസ്സിലായിട്ടില്ല. അങ്ങനെ യാത്രയില് കടകളിൽ ഇരിക്കുമ്പോഴേ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ റാന്നിയിൽ ഒരു കടയിൽ ഇങ്ങനെ നാരങ്ങെള്ളം കുടിച്ചിരിക്കും. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ഡ്രൈവർ കണ്ടക്ടറാണ്. പുള്ളി ഇങ്ങനെ തോർത്തൊക്കെ തുറച്ചിട്ട് ഇങ്ങനെ സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ചിരിയാ. അപ്പം ഞാനിപ്പുറത്ത് ഇരിപ്പുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ചിരിച്ചിട്ട് എന്നെ നോക്കും, കത്തുന്നില്ല. പുള്ളി ഇതിനകത്ത് ലയിച്ചിരിക്കുകയാണ്. ചിരിച്ച് അപ്പം ഞാൻ പറയാനും പോയില്ല. ഞാൻ കയറിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇത് കണ്ടില്ലല്ലോ, ഞാൻ വേറെ രീതിയിൽ നിൽക്കുകയാണ്, മൈൻഡ് ചെയ്താൽ. പക്ഷെ ഞാൻ നോക്കുന്നുള്ളത് നമ്മുടെ സ്കിറ്റായ പുള്ളി കാണുന്നത് എനിക്ക് മനസ്സിലായി. ടോൺ കേൾക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഒരു സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മയും കൊണ്ട് ഞങ്ങൾ അഡ്മിറ്റ് ആയ സമയത്ത്, അപ്പോൾ നമുക്ക് അകത്തും കിടക്കാൻ പറ്റില്ല, വരാന്തയിലല്ലേ കിടക്കും. അപ്പം നമ്മൾ അത്ര ക്ലിക്കായിട്ട് കയറി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കിടക്കുന്ന തൊട്ട് കീഴെ ഒരാൾ കിടന്നുണ്ട്. ഈ സ്കിറ്റ് കൊണ്ട് ഭയങ്കര ചിരിയാണ് പുള്ളി, ഭയങ്കര ചിരിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി തല തല്ലിച്ചിരിക്കുക, വായിലൊക്കെ ഭയങ്കര ചിരി. പുള്ളി പിറ്റേ ദിവസം എന്നെ കണ്ട് അന്നേരം എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. രാത്രിയല്ലേ. അപ്പം പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നപ്പം എന്നോട് ഇന്ന ആളാണെന്നോ ഞാൻ പറഞ്ഞ ആണെന്നോ. അപ്പം ഞാൻ പറഞ്ഞു പുള്ളി ഭയങ്കര ജീവനായിരുന്നു. പുള്ളി എപ്പോഴും ഇത് തന്നെ പരിപാടി. അങ്ങനെ ഒരുപാട് സ്ഥലം ബസ്സിൽ എൻ്റെ ഇതുപോലെ അടുത്ത് സീറ്റിൽ ഇരുന്ന് സ്കിറ്റ് കണ്ടിട്ടുണ്ട്. അവർക്കറിയത്തില്ല നമ്മളിവിടെ വന്നിരിക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല. ഈ ആഗ്രഹിച്ച ആൾക്കാരൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ചെല്ലണം. ഒത്തിരി പ്രായമുള്ള ഒരു അമ്മച്ചിമാർ ഞങ്ങൾ അതുപോലെ വയ്യാത്തരെ കാണാനൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പേരെ ഞങ്ങൾ 3 പേരും പോയിട്ടുണ്ട്. പിന്നെ അമ്മച്ചിമാർ ഒത്തിരി പേര് വീടുകളിൽ ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊന്ന് വരുമോ, 3 പേരും കൂടെ ഒന്ന് വരണേ. അങ്ങനെ അതുപോലെ അവർ ഒരു പരിചയമില്ലാത്തവരെ മോടെ കല്യാണം, കയറി താമസം, അതുപോലെ ചടങ്ങുകൾക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥന, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ അസുഖങ്ങൾ ടെൻഷൻ
മൂത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിറ്റ് കണ്ട് സമാധാനിക്കുന്ന, അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങളായാലും അങ്ങനെ അതൊക്കെ നമുക്കൊരു സന്തോഷം കേൾക്കുമ്പോൾ. അസുഖക്കാർ പിന്നെ കഴിഞ്ഞ സുജിത്തിനെ ഒരാൾ വിളിച്ച് പറഞ്ഞ പ്രഷർ കൂടും കൂടുതൽ പെട്ടെന്ന് സ്കിറ്റ് എടുത്ത് കാണുക നോർമലാകും. മരുന്നാ, 10 പൈസ ചെലവില്ല. അതുപോലെ ഒരുപാട് അസുഖക്കാർ കേട്ടോ ഇതുപോലെ ഇവർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, അവർക്കൊരു സന്തോഷം. ഇപ്പൊ നമ്മള് സന്തോഷത്തിന്റെ ഒരു സൈഡ് പറയുമ്പോൾ തന്നെ ഇതിന് ശേഷം ശത്രുക്കളായിട്ടുണ്ടായിട്ടുണ്ടോ? ശത്രുക്കൾ അതായത് ഇപ്പൊ നിനക്ക് ഫെയിമായി, ഇപ്പൊ നമ്മളെ ആരെയും വേണ്ട എന്നുള്ള ചില കക്ഷികൾ കാണുമല്ലോ. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കാണ് ഇപ്പോഴും ഞാൻ അന്നും ഇന്നും ഒരുപോലെ എനിക്ക് ആരോടും ഒരു ശത്രുതയോ സംഭവം എന്നോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ വെറുതെ ചിരിച്ച് കാണിക്കുവാന്നൊന്നും അറിയത്തില്ല. നമ്മൾ കാണുന്ന ഉടനെ പിന്നെ വ്യക്തിപരമായിട്ട് ശത്രുത അങ്ങനെ കാണിച്ചിട്ടില്ല. പിന്നെ ചില വ്യക്തികളോട് നമുക്ക് ഇടപെടുമ്പോൾ അറിയാമല്ലോ, നേരത്തെ ഇടപെട്ട രീതി ഇപ്പം ഇടപെട്ട രീതിയും ശകലം വ്യത്യാസം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ അത് വെച്ചോണ്ട് ഞാൻ ഇടപെടാറില്ല. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു അപ്പം നേരത്തെ നമ്മൾ കണ്ട രീതിയിലല്ല എന്നോട് ഇപ്പം സംസാരിക്കുക, എന്തോ ഒരു ശകലം ആലിച്ച കാണുമ്പോൾ എനിക്കറിയാമല്ലോ ഇതാണെന്നുള്ളത്. അപ്പൊ അതേ പിടിച്ച് ഞാൻ കയറത്തില്ല. ഞാൻ എങ്ങനെയായിരുന്നു പഴയ പോലെ. ഞാൻ ഇത് ചോദിക്കാൻ കാരണം മൊബൈൽ ഫോണിന്റെ ഒരു വിഷയം പറയുന്നത്. മൊബൈൽ ഫോൺ മാറി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിളിക്കുമ്പോ അയ്യോ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഫോൺ മാറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ നമ്പറില്ലല്ലോ, ഈ നമ്പറില്ല. കാരണം നേരത്തെ വിളിച്ചോണ്ടിരുന്ന ആളാ. പെട്ടെന്ന് ഇത് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഹലോ എവിടെ അറിയാം ഞാൻ ആരാ, അത് ശരി ഇങ്ങനത്തെ സാധനമാണ് നീ അപ്പം നമ്മളങ്ങ് മറന്നല്ലയോ, ശരിയടാ എന്നാ വെക്കുക. അങ്ങനെ ഒത്തിരി പേര് വെച്ചിട്ടുണ്ട് ഫോൺ വെച്ചതൊക്കെ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടേ. എന്നിട്ട് മറ്റോട് പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി പ്ലാനൊക്കെ മരടാ അവൻ്റെ. അവനിപ്പോൾ എന്തുവാ വിളിച്ച നമ്മളെ ഒന്നും അറിയത്തൊന്നുമില്ല, കൈ കാണിച്ചാൽ മിണ്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാധനം. അത് ഫോൺ മാറിയപ്പോൾ ഞാൻ അന്നോരം ഓർത്ത് എൻ്റെ ദൈവമേ ഒരൊറ്റ മാറ്റമേ മനുഷ്യൻ്റെ. ചിലപ്പോൾ നമ്മൾ റോഡുകളൊക്കെ പോകുമ്പോഴേ സ്കൂട്ടറൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ കൈ കാണിക്കും സൈഡിലൊക്കെ, നമ്മളത് കണ്ടെന്ന് വരത്തില്ല. ഇയാൾ വേറൊരു വ്യക്തിയോട് പറയാം അവനെ കൈ കാണിച്ചിട്ട് അങ്ങ് മൈൻഡ് ചെയ്തില്ലെന്ന് പറയും. പക്ഷെ നമ്മൾ കണ്ടതല്ലേ വെക്കുള്ളൂ. പക്ഷെ ഈ ഫോണിൻ്റെ വിഷയം ഞാൻ രണ്ടാമത് പറയാനുള്ള ടൈം അവർ തരുന്നില്ല. എടാ ഫോൺ മാറി അതുകൊണ്ടാണ് നമ്പറില്ല. പിന്നെ ചിലർ അറിയാം കേട്ടോ, മനസ്സിലാവും. ചിലർക്ക് മനസ്സിലാകും. അയ്യോ അത് ശരി, അപ്പം ഞാൻ ഓർത്താ നീ പെട്ടെന്ന് മറന്നോ എന്തുവാ അങ്ങനെ സാധനം. പിന്നെ ഒത്തിരിയും പേര് കാണുന്നുണ്ട് ഫോൺ നമ്പർ ചോദിക്കും. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള കേസ് ഇട്ടാണെങ്കിൽ കൊടുക്കും. അത് ചേച്ചി ഈയിടെ കട ചെറുപ്പം പറഞ്ഞായിരുന്നു, ഒരാൾ വന്നിട്ട് ഫോൺ നമ്പർ ചോദിച്ചിട്ട് കൊടുക്കാൻ പിണങ്ങി പോവാ കെറിച്ചു പോയി. അതെന്താണ് ബുദ്ധിമുട്ട് അറിയാമല്ലോ. അതെ, നമ്പർ ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താ നമ്മൾ എന്തെങ്കിലും എന്തൊരു അത്യാവശ്യ കേസ് കിട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ആൾ വിളിക്കുന്നത്. എടുത്തില്ലേ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. എടുത്ത് നമ്മൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അത് ശരി അവർ കെറിച്ചരിക്കി വെക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ആയി കഴിയുമ്പോൾ പിന്നെ ഇയാൾ വേറെ ആയിരിക്കും പറയും. ഈ ഫോൺ നമ്പർ ഞാൻ ഈ 1.5 വർഷമായുള്ളൂ ഇത്ര നമ്മൾ 10 പേര് അറിഞ്ഞിട്ട്. ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് വരെ എൻ്റെ ഫോൺ നമ്പർ പലരിലും ഉണ്ട്. വർക്ക് സംബന്ധമായും പ്രോഗ്രാം സംബന്ധമായും നമ്പറുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ച് പറയാം എടാ ഇന്നൊരു കക്ഷിയുണ്ട് അവരുടെ പ്രോഗ്രാം അല്ല പരിപാടി, എൻ്റെ ഉണ്ട് പുള്ളിയുടെ നമ്പർ. എടാ ഒന്ന് താടാ അവിടെ തന്നു, ഈ സാധനം അവിടെ പോവും. ഇങ്ങനെ ഇതങ്ങ് പോവാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം കോളാണെങ്കിൽ നമ്മൾ എടുക്കും. പിന്നെ ഇതിനകത്ത് ഇനി സേവ് ചെയ്യാൻ പറ്റത്തില്ല, ഫുള്ളായിരിക്കുക. നമ്മൾ ട്രൂ കോളർ വെച്ചിരിക്കുക ആരാണ്, അന്നേരം നമുക്ക് കാണാമല്ലോ ആരാ വിളിക്കുന്നതെന്ന് അറിയാം. അപ്പം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിനകത്ത് പറയാം ഫോൺ എടുക്കാത്തവർക്ക് വേണ്ടിയാണ്. കോൾ വിളിച്ചാൽ എടുത്തിട്ട് പറഞ്ഞാൽ ആരും പ്രയാസപ്പെടരുത്, സംഭവം ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിൽക്കുന്ന ആ സമയത്തായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് കഴിവത് ആ ഒരു സംഭവത്തിനോട് എന്നോട് ഒരു പിണക്കോ ബുദ്ധിമുട്ടോ ഒന്നും വിചാരിക്കരുത്. അതെ, ഇത് മൂലം തെറ്റിദ്ധാരണ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഇത്രയും നിഷ്കളങ്കത്തിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ഇനി കൂടുതൽ എന്തോ പറയാൻ, കാരണം പ്രേക്ഷകരില്ല, നമ്മളില്ല. അതെ, അവരെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും. ഒരു തെറ്റിദ്ധാരണ എവിടെന്നെങ്കിലും ചെറുതായിട്ട്
പോയാൽ മതി. മതി. അത് പിന്നെ ആൾക്ക് പിന്നെ അതങ്ങ് പൊക്കോളും. എന്തുകൊണ്ട് നോക്കിയിരിക്കുക ചിലര് അതെ. നമ്മുടെ ഭാഗത്ത് എന്തോ വീഴ്ച ഉണ്ടാകുന്നത് സംസാരത്തിലായാലും. ഇല്ല ഇപ്പൊ ഈ പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഓർക്കപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അത് സത്യമാണ്. അത് കാരണം ഇപ്പൊ ഇത് തന്നെ എത്ര പേര് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇതിനു മുമ്പ് ടിനി ടോമി ഏട്ടന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ഇടയിൽ ഭയങ്കര വിവാദമായ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ നിന്ന് സംഭവിച്ച സംഭവം. പക്ഷേ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ അതൊന്നും വിചാരിക്കുന്നില്ല. ഇല്ല, അത് എവിടുന്നേലും എന്തെങ്കിലും വീട് കിട്ടുമോ അത് പിടിച്ചതങ്ങ് പോകും. ഒറ്റ സാധനം മതി, ഒറ്റ സാധനം മതി. അത് എനിക്ക് ഞാൻ അത് കഴിഞ്ഞിട്ടും വേറൊരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കറിയാവുന്ന ഞാൻ പറയാം. പുള്ളി അങ്ങനെ ഉദ്ദേശിച്ച ഒരു രീതിയിലേ പറഞ്ഞല്ലോ. നമ്മള് പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ നമ്മള് ഫ്ലോയിൽ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. ആ ഒരു രീതി പറഞ്ഞു പോയതാ. പക്ഷെ അത് കയറി അദ്ദേഹത്തെ ന്യൂസ് ചാനലിൽ വരെ. ഇതിൽ എന്റെ രസം അറിയോ, ഇത് വിഷയമാക്കുന്ന ആൾക്ക് ഉള്ളിൽ അറിയാം ഇതിനകത്തൊന്നും ഇല്ലെന്ന്. അതെ, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ, ഒന്നുമില്ലെന്നറിയാം. പക്ഷേ ഇത് അവരൊക്കെ ഒന്ന് സെറ്റ് ആകണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവർക്കൊരു സന്തോഷം, ഒരു സന്തോഷമാണ്. ചേട്ടാ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നസീറിനാണെങ്കിലും നസീർ സംക്രാന്തി ചേട്ടനാണെങ്കിലും ബിജുക്കുട്ടി ചേട്ടനാണെങ്കിലും ജീവചേട്ടനാണെങ്കിലും ഒക്കെ എങ്ങനെ സപ്പോർട്ട്? അയ്യോ ഭയങ്കര സപ്പോർട്ട്. അവരൊക്കെ സപ്പോർട്ടാണ് നമ്മളെ ഇത്രയും ആക്കിയത്. നസീർക്കായാലും ബിജുക്കുട്ടൻ ചേട്ടനായാലും അതുപോലെ അവിടെ വരുന്ന എല്ലാ ജഡ്ജസും. പിന്നെ പക്രു ചേട്ടൻ വന്നിട്ടുണ്ട്, പ്രഗതി ചേട്ടൻ വന്നിട്ടുണ്ട്, അന്താകം വന്നിട്ടുണ്ട്, ഒത്തിരി പേരുണ്ടല്ലോ. എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണ്. പിന്നെ ഞങ്ങൾക്ക് നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഇത്രയൊക്കെ ആളുടെ അഷോയുടെ ഡയറക്ടർ അർജുൻ സാറിനോട് ഒരുപാട് 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 നന്ദി. കാരണം നമ്മളെ ഇത്ര ആക്കിയത് പുള്ളിയാണ്. അത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പ്രേക്ഷകരോട്, അവരെടുത്താലല്ല അവരൊന്ന് ക്യാച്ച് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ചില സ്കിറ്റുകൾ നമ്മളെ ഫ്ലോപ്പ് ആയിപ്പോണ്ട്, അത് ഒന്ന് പറയാം. നമുക്ക് സ്റ്റേജ് പരിപാടി ഒരുപാട് വന്നാൽ വരുമ്പോൾ നമുക്ക് ചാനൽ ഇങ്ങനെ ഓടണം. കുറഞ്ഞ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കിട്ടണം സ്കിറ്റ് സെറ്റാണ്. അത് ടൈം കിട്ടാതെ വരുമ്പോൾ നമുക്ക് സ്കിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഫ്ലോറിൽ കളിച്ച സാധനം തന്നെയായിരിക്കും സ്റ്റേജിൽ കണ്ടന്റ് അതെടുക്കും. കൗണ്ടർ വേറെ ആയിരിക്കും. കാരണം പിന്നെ ഒരു കണ്ടന്റ് തപ്പാനുള്ള ടൈമില്ല. സ്റ്റേജിൽ കളിച്ച ഫ്ലോറിലോട്ട് എടുക്കത്തില്ല. ഇല്ലില്ല, എടുക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ ക്യാമ്പ് ഇടണം. കൊച്ചിൻ കലാരസി ഒരു ക്യാമ്പ് ഇടുന്നു. ആ ക്യാമ്പിനകത്ത് പുതിയ അടുത്ത സീസണിലേക്കുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യും. ഒരു വർഷം അതാ കളിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സീസണിൽ തീർന്നു. അതിനകത്ത് വേണ്ട കൗണ്ടറുകൾ ഇനിയും വേണ്ടല്ലോ. അതെടുത്ത് നമ്മൾ ഇവിടെ വെച്ചു. കാരണം അത് ഇനി വേണ്ട. മനസ്സിലായി. അങ്ങനെ ചെയ്യാം. കുറേന്നല്ല, കുറേശ്ശെ ആണെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹക്കാരനാണ്. അത് പറഞ്ഞ പോലെ ആദ്യം ഞാൻ നേരെ നിന്നല്ലോ വെക്കൂ. ആദ്യം ഞാനൊന്ന് സെറ്റായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ആർക്ക് ഇല്ല അഴിമക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. ഓൾറെഡി ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനം അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് ഔട്ട്സൈഡിലൂടെ ഒരു പാരസ്യം അങ്ങനൊന്നും ആയില്ല. നമ്മളെ കഴിയുന്നതൊക്കെ അതൊക്കെ ചെയ്യും. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു നല്ല നിലയിലെത്തണം. അത് ഞാൻ 100% എനിക്കാകും ഭയങ്കര ഇഷ്ടം അത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോഴും വലിയ സംഭവമായെന്നല്ല പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ കേസുകൾ, കടങ്ങൾ, അതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ അത് തീർന്നിട്ട് വേണം. ഇതിൻ്റെ ഒരുപാട് പേര് ചികിത്സ പൈസയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ ഇത് 1.25 വർഷമല്ലേ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറേ സാമ്പത്തിക കടബാധികൾ, ലോണുകൾ, പിന്നെ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ വീട്ടിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിന് പോയാൽ ഒതുങ്ങി വരുന്നതേ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ഫ്രീ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്ക് എന്ത് നമ്മളെ കഴിയുന്നത് അത് ചെയ്യാൻ റെഡിയാണ്. അച്ഛൻ്റെ കൗണ്ടറൊക്കെ സ്കൂളുകളിൽ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. എന്തൊക്കെയാ പറയാറുള്ളത്? ഏതൊക്കെ കൗണ്ടറുകളൊക്കെ സ്പോർട്സിലൊക്കെ അടിക്കും? സ്കൂളിലൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചില്ലേലും വൈഫ് ചോദിക്കും. അവരെങ്ങനെയാ റെസ്പോൺസ് ഒക്കെ? അവരച്ചടിച്ച കൗണ്ടറൊക്കെ അവരെന്നെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏത് ഒരു ഇതാണ്? ഹ്യൂമാനിറ്റീസ് അല്ലേ? ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ഇയർ ഫസ്റ്റ്. ഇനിയിപ്പം അടുത്ത എന്താണ്? അടുത്ത ഹോട്ടൽ മാനേജ്മെന്റ്.
ഇനിയിപ്പോൾ അത് കോളേജെല്ലാം നോക്കി തുടങ്ങിയിട്ടുണ്ടോ? ഇതിപ്പോൾ ഇനിയിപ്പോൾ എത്ര നാളുണ്ട് കോഴ്സ്? ആർക്കെ പ്ലസ് ടു ഇപ്പം തീരാറായത്. മാർച്ച് നമ്മളിപ്പോൾ സ്കൂളുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ലല്ലോ. അറിയത്തില്ല എപ്പോൾ തീരെ എപ്പോൾ അതെ, പണ്ടങ്ങാണ്ടൊന്ന് പോയതല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ ഈ മീറ്റിങ്ങിനൊക്കെയാ, അല്ല നമുക്കറിയത്തില്ല. ഞാൻ നമ്മൾ പഠിച്ച് വലിയൊരാളാകാനായിരുന്നു എനിക്ക് ആഗ്രഹം, അല്ല ഡോക്ടറോ കളക്ടറോ അങ്ങനെയൊക്കെ ആകാനായിരുന്നു. പക്ഷെ അത് അപ്പം അന്നേരം ഈ പ്രോഗ്രാം ഒക്കെ ആയിരിക്കും. അതെ അതെ, അതുകൊണ്ട് മാത്രം ഈ പ്രോഗ്രാം ചെയ്യണം. അത് തന്നെയല്ല നമ്മൾ ഇവിടെ ഞാൻ നേരത്തെ പെയിന്റിംഗ് ഒക്കെ അല്ലായിരുന്നോ, അപ്പം അതെല്ലാം ബുദ്ധിമുട്ടാകും. അവർ അത് പിന്നെ ആര് ചെയ്യും? അതുകൊണ്ട് മാത്രം നമുക്കൊരു നമ്മളൊന്നും ഒരു കളക്ടറിനെ നഷ്ടമായി. നഷ്ടമായി, അത്രേ ഉള്ളൂ എനിക്ക്. പിന്നെ ഇപ്പം ഇവളും അങ്ങനെയായിരുന്നു. ഇവർക്ക് നല്ല ജോലിയൊക്കെ നേടാനിരുന്ന IPS അതുപോലെ എന്തെങ്കിലും വലുത്. അപ്പൊ അന്നേരം ഓർത്ത ഈ അവിടെ നേരെ കടമറി ഒഴിഞ്ഞു കിടക്കില്ലേ, അതായിരിക്കും നമ്മളെല്ലാം നോക്കണ്ടേ. അതുകൊണ്ട് ഇപ്പൊ എത്രയോ പേരെ ഡ്രസ്സ് അവിടെ തയ്ച്ചു കൊടുത്തു. അതെല്ലാം നടക്കൂല. അതെങ്ങനെ പറ്റും? IPS ഒരു കളക്ടറിന് തയ്ക്കാൻ പറ്റുമോ? ഒരു കളക്ടറിനെ IPSനെയാണ് നമുക്ക് അപ്പൊ നഷ്ടമായിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തില്ലേ, തയ്ച്ചു കൊടുക്കാൻ പറ്റിയില്ലേ, അതൊരു ഭാഗ്യമില്ലയോ? ജോലിയെക്കാട്ടി വലുതല്ലേ അത്. ഇപ്പൊ നമുക്കത് അതിൽ അഭിമാനിക്കാം, തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഹരിദാസ് ചേട്ടന്റെ വൈഫാണ് എനിക്ക് തയ്ച്ചതെന്ന് എനിക്ക് പറയാം. നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ നിന്ന് നടക്കുന്ന സിറ്റുവേഷനിൽ നിന്നൊക്കെ കൗണ്ടറുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണോ ചെയ്യാറ്, അതോ അതുകൊണ്ട് അതിനുവേണ്ടി ഇരുന്ന് മെനക്കെടും. അത് ഇതിൻ്റെ ഇവിടെ നേരത്തെ ഞാൻ വന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ഞങ്ങൾ പാട്ട് മുളക്കി കൂടെ എടുത്തിട്ട് ഭയങ്കര പരിപാടി, ഞങ്ങൾ കരയൊക്കെ വെച്ച് ഭയങ്കര പാട്ട് വരും. ഇതിന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ വേറെ മൂടാ. പിന്നെ വന്നിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുവാ ഞാൻ. എന്താണെന്നറിയോ, ഇല്ല എന്തോ ചെയ്യുന്നേ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ വൈഫും ചോദിക്കാറുണ്ട്, ഇത് നിങ്ങൾ എന്തോ ഇപ്പോൾ പോയിട്ട് വന്നിപ്പോൾ ആനക്കമില്ല, ആവിയില്ല, ഒരു ഓളമില്ലല്ലോ. സംഭവം ഇതാണ്, നമ്മൾ അടുത്തത് ചിന്തിക്കുക, എന്തോ ചിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തിൽ നിന്ന് കിട്ടും കുറേ സാധനങ്ങൾ, എന്താ കിട്ടിയാലും അന്നേരം ക്യാച്ച് ചെയ്യും. എന്നിട്ട് അതിനകത്തൂടെ നമുക്ക് ഇച്ചൂടെ ഒരു കളറൊക്കെ കയറ്റി സെറ്റാക്കും. ഇവിടുമ്പോ നാട്ടിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന സാധനങ്ങൾ എന്താ ഫ്ലോറിൽ ഫോറിന് അടിച്ചത്? അത് രാജേഷ് പറഞ്ഞ സാധനം കേട്ടോ. ഗുളിക മരുന്ന് കാലേ വെച്ച് കെട്ടുന്നേ, ഗുളിക കഴിക്കണം. ഇവിടെ മുറിവ് ഗുളിക കഴിച്ചത് കരിയാനുള്ള ഗുളിക. അപ്പം ഗുളിക കഴിക്കാതെ ഒരാൾ ആ ഗുളിക എന്താ പറയുക പൊടിച്ച് ഇവിടെ വെച്ചാൽ കെട്ടി. കാരണം കഴിച്ച് ഇവിടെ വരുമ്പോഴത്തേന് എന്താണ് വരാനാ, അപ്പം നേരിട്ട് ഗുളിക ഇവിടെ പൊടിച്ചു. അത് നടന്ന സാധനം, അത് ഞങ്ങളെടുത്ത് സ്കിറ്റിലടിച്ചു. ഇതേപോലൊരു സാധനം കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛന് വരും, മാറിപ്പോയതാ ഗുളിക. ആവി പിടിക്കുന്ന ഗുളികയില്ലേ, ഇത് മറ്റേ പച്ച ഗുളിക. പച്ച ഇതും മറ്റേ ഇവിയോൺ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഇവിയോണും പച്ച ഗുളിക രണ്ടും കൂടെ മാറിപ്പോയി. കഴിഞ്ഞ ദിവസം ഇവിയോൺ എടുത്തും കഴിച്ചു, അല്ല ഇവിയോൺ അല്ല, ആവി പിടിക്കുന്ന ഗുളിക എടുത്തും കഴിച്ചു. ഇപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് മറ്റേ വയറ്റിലെല്ലാം ആശ്വാസമായി പറഞ്ഞിരിപ്പടി. ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, ഇപ്പം എന്തൊരു പനി വല്ല വരുവാണെങ്കിൽ അതെടുത്തൊക്കെ കുടിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചോളാൻ പറ്റും. കഴിഞ്ഞ ദിവസം ചിരിച്ചതേ, നമ്മുടെ പുതിയ 20 രൂപ ഉണ്ടല്ലോ, പച്ച കളറല്ലേ. അപ്പം വല്യമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല, മുറുക്കാൻ എടുത്തിരിപ്പുണ്ട്. അപ്പം ആ വീട്ടിൽ തന്നെ ഒരു വണ്ടിക്കുലിക്ക് വെച്ചിരുന്ന പൈസ പണിക്ക് പോകാനെ കൊണ്ടേ. അപ്പോൾ 20 രൂപ വെച്ച് മുറുക്കാൻ ഇട്ടിരിക്കുന്നു. അമ്മമ്മ ഇങ്ങോട്ട് വന്ന് 20 രൂപ എടുത്ത് വെറ്റിലേക്ക് തേച്ച് എടുത്ത് ചവച്ച് റെഡിയാക്കി. പല്ലിൻ്റെ ഇത് മുറിയത്തില്ല, ഫുള്ള് ആർക്കും നോക്കുമ്പോൾ പൈസ ഇല്ല. പൈസ നോക്കുമ്പോൾ മുറ്റത്ത് ചുരുണ്ട് കിടപ്പുണ്ട്, കാരണം ചവച്ച മുറുക്കാൻ തുപ്പല്ലോ. ആ 20 രൂപ അത്. അതുപോലെ സാധനങ്ങൾ അതൊക്കെ നടന്നതാ. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാനിപ്പോൾ നമ്മൾ നടന്നു പോകുന്നല്ലേ, യാത്രയിലോ ഇവിടെ കടയിൽ വെച്ച് എന്തെങ്കിലും ഒരു നമുക്ക് ഉള്ളിൽ തോന്നുക ആ സാധനങ്ങൾ, അന്നേരം നമ്മൾ വോയിസ് ഇട്ടു ഫോണിൽ, അങ്ങനെ മറക്കാണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ 3 പേരും ചെയ്തു വെക്കും. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒത്തുകൂടുന്നാണ് അവിടെ റിഹേഴ്സൽ ചെല്ലുന്നുണ്ട്. സ്കിറ്റ് എഴുതുന്ന കൂട്ടത്തിൽ എടാ എടുക്ക ഉള്ളതെല്ലാം മറക്ക ഇറക്കി അതെല്ലാം ജോയിൻ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഇച്ചിടെ പണിയും വേറെ എന്തോ കൂടെ ചെയ്ത് ചിരിക്കാൻ പറ്റുമെന്ന് നോക്കൂ. അങ്ങനെ ഞങ്ങൾ തല കുത്തി മാറിഞ്ഞ് ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെ കയറ്റി വെക്കുന്നത്. ഒരുമിച്ച് ചിരി കഴിഞ്ഞത്, അതുകൊണ്ട് നമുക്ക് പിന്നെ ചിരിയില്ലാത്ത. അതുകൊണ്ട് തന്നെ നമുക്കത്
കിട്ടുന്നുണ്ട്. ആ ഒരു കാരണമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫെയിമിന് കാരണം. പലരും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പുറത്തടിച്ച സ്കിറ്റ് എന്ന് വെച്ചാൽ വേറെ അതെ 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 ഇപ്പുറത്തടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം സെയിം കണ്ടന്റ് സാധനം. മാറ്റിയടിക്കുന്നുണ്ട്. അതെ അതെ അതെ. പക്ഷെ നിങ്ങളെ അതല്ല വരുന്നത്. അതാണ് നമ്മൾ തപ്പുന്നേ. ആ അത് നമ്മൾ ഇങ്ങനെ ആരേലും അടിച്ചിട്ടുണ്ടോ അതുകൂടെ ശ്രദ്ധിക്കും. ഇതാരും പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയില്ലേ. കാരണം ഇത് ഇത്ര അടുപ്പിച്ചടുപ്പിച്ച പ്രോഗ്രാം പിന്നെ വരും. അപ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു സാധനം എങ്ങും കേട്ടിട്ടില്ലാത്ത സാധനം സെറ്റ് സെറ്റ് ചെയ്യണം. ചെയ്യണം. അപ്പൊ സമിതിയുടെ ആകുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചല്ലോ. ആ പിന്നെ ഈ യാത്രയാണ്. ആ പകലില്ലാതെ ഈ ഓട്ടത്തിനൊക്കെ ചാനലിൽ പോകണം. ചാനൽ പുതിയത് വേണമല്ലോ. ആ ചാനൽ മതിയാണ്. പുതിയത് വേണം. ഇതിപ്പോൾ 2 സ്കിറ്റ് കളിക്കണം. 2 ദിവസത്തെ ഷൂട്ട്, 4 അല്ലെങ്കിൽ 5 ചിലപ്പോൾ 3 ദിവസത്തെ ഗ്രൂമിങ്, അങ്ങനെ വരുന്നത്. ഈ ദിവസം കൊണ്ട് വേണം ഈ സ്കിറ്റ് ഉണ്ടാക്കി പിന്നെ കൗണ്ടർ കയറ്റി കണ്ടൻറ്റ് കണ്ടെത്തി അത് പഠിച്ച് റെഡിയാക്കി റിഹേഴ്സൽ ചെയ്ത് വേണം ഇത് ഷൂട്ട് ചെയ്യാൻ. പാട്ട് പോലെ അല്ലല്ലോ. പണ്ടത്തെ പാട്ട് ഇപ്പോഴും പാടാം, പറയാൻ പാടാം, നാളെ വേണം ആൾക്ക് വേണം പാടാം. പക്ഷേ കൗണ്ടർ അതല്ല. അടിച്ചത് അടിക്കാൻ പറ്റത്തില്ല. പുതിയ സാധനം വേണം, ജനങ്ങൾ ചിരിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കണ്ടന്റും വൈറലായി. അതുകൊണ്ട് ഏത് കണ്ടന്റ്? അതെ അതെ. അതുകൊണ്ട് അല്ല, ചില ആൾക്കാർ പറയും നിങ്ങൾ ഈ പ്രാവശ്യം കേട്ടോ ഇങ്ങനെയൊന്നും പോരാ, ഇങ്ങനെ അവർക്കറിയത്തില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്. അതെ. ചിലരെ ഫോൺ വിളിച്ചിട്ട് എന്ത് പറ്റിയടാ, അവരുടെ കുഴപ്പമില്ല, അവർക്കതേ ചോദിക്കാൻ പറ്റൂ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സാധനം, നല്ല കൗണ്ടർ കണ്ടന്റും എല്ലാം ചെയ്യും ടൈം അനുസരിച്ച്. ഈ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഈ നമ്പർ കയ്യിലുണ്ടായിട്ട് ഈ ചൊറിയാനായിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ രാത്രിയിലൊക്കെ വിളിച്ചിട്ട് മറ്റേ ഇപ്പൊ ഒരു തമാശ പറയാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് വിളിക്കും, പാരാത്രിക്കൊക്കെ വിളിക്കും. കാരണം അവരുടെ സമയം അവരുടെ അറിയത്തില്ലല്ലോ. അതല്ല, ഈ ചില ആൾക്കാരുണ്ട് ഈ മറ്റേ മനഃപൂർവ്വം നമ്മളെ ഒരു ഇതാക്കാനായിട്ട് വിളിച്ചിട്ട് ഇപ്പൊ ഒരു തമാശ പറ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇല്ല അതില്ല, ഇതുണ്ട് ഇങ്ങനെ വിളിക്കുക വിളിച്ചിട്ട്. അങ്ങനല്ല, ഇവിടെ കണ്ടോ എന്നിട്ട് സ്കിറ്റ് അങ്ങ് വിശദീകരിക്കും. ഇവര് പഠിച്ചു വെച്ചേക്കുക. അത് മൊത്തം 1 മണിക്കും 2 മണിക്കും ഒക്കെ നമ്മളോട് പറയും. ഇവര് പഠിച്ചിട്ടില്ല, അവർക്ക് ഉറക്കമില്ല. നമ്മൾ ഉറക്കുന്ന സമയത്തായി വിളിക്കുന്നേ. ഈ രാത്രിയുണ്ട് നമ്മൾ ചിലപ്പോൾ ആപത്താണോ എന്തോന്ന് അറിയത്തില്ലല്ലോ. ചില സമയം കോൾ നമ്മൾ അറ്റൻഡ് ചെയ്തു പോകും. ആരാ വിളിക്കുന്നത് എന്തിനാ ആവശ്യമാണ്. പക്ഷെ ചിലപ്പോൾ വിളിക്കുന്നത് ഇതാ ഇതാ പറയുന്നേ, കിടന്നോ അളിയെ കിടന്നോ, കിടന്നോ എന്തായാലും ഞാൻ വിളിച്ചതേ കഴിഞ്ഞ സ്കിറ്റിനകത്തേ അത് തുടങ്ങും. അങ്ങനെ അങ്ങനെയാ. പിന്നെ ചിലപ്പോൾ ഞാൻ ചില ഇങ്ങനെ വിളിക്കുന്നുണ്ടെ ഫോൺ സ്പീക്കർ ഇട്ടിട്ടേ നമ്മളവിടെ മാറി നമ്മുടെ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കൊള്ളു കേട്ടോ. അങ്ങനെ പരിപാടികളുണ്ട്. അത് പിന്നെ എറണാകുളത്തിരിക്കാൻ കൂടുതലും ഉണ്ടാകും. എറണാകുളത്ത് 3 പേരും കൂടെ ഒരു റൂമിലാണ്? അല്ലല്ല, 2 പേരാണ് ഒരു റൂമിൽ. ഞാനും രാജേഷും കൂടെ ഒരു റൂം, സുജിത്തും വേറൊരാളും കൂടെ കയറും. നമ്മൾ പിന്നെ റിഹേഴ്സൽ മൊത്തം ഒരു റൂമിൽ, ഞങ്ങളുടെ റൂമില്ല. അപ്പോൾ സുജിത്ത് കയറി വരും. പിന്നെ നമ്മൾ 3 കൂടെ ഇരുന്ന് എഴുതി സെറ്റാക്കും. കൗണ്ടർ ഉണ്ടാക്കാൻ 2 മിടുക്കന്മാരാ സുജിത്തിൻ്റെ ആശം. പൊക്കെ പടപടയുന്ന സാധനം ഉണ്ടാക്കും. കാരണം മൂടാ ചില സമയത്തെ, ചില സമയം ഇരുന്നാൽ ഇഷ്ടംപോലായിട്ട് കിട്ടും. ചിലത് ഒന്നും കിട്ടത്തില്ല. ഒന്നും കിട്ടാത്തൊരു കണ്ടന്റ് അത് നമ്മൾ അന്നേരം മാറ്റും. ഇപ്പോൾ ഒരു KSCB ഓഫീസുകളിൽ കൗണ്ടർ കയറുന്നില്ല, ഒരു 10 വരെ ആയുള്ളൂ, അതവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അടുത്തൊരു കണ്ടന്റ് പിടിക്കുക. അല്ല ഇതിനകത്ത് നമ്മൾ പിടിച്ച് കയറാൻ നിന്ന് ചിലപ്പം സമയം കിട്ടത്തില്ല. അങ്ങനെ സംഭവമുണ്ട്. ഈ മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് ഇതിൽ വന്നേ പിന്നെ തോന്നിയിട്ടുള്ളത് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പറഞ്ഞാൽ അല്ല അതിപ്പോ ചിലപ്പോൾ നമുക്ക് കിട്ടിയ അംഗീകാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ ഈവൻ ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. പണ്ട് നമ്മളൊരു നിന്ന സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ അവിടത്തേക്ക് നമ്മളെ വിളിച്ചിട്ട് ഒരു അനുമോദനമോ അങ്ങനെ നമ്മൾക്ക് ഇത് പ്രതീക്ഷിക്കാണ്ട് ഇതില്ല. നമ്മൾ അന്നും അവിടെ നിന്നപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഈ 1.5 വർഷമായിട്ട് ഉണ്ടായത് മൊത്തം അതാ, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാ. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്കൊരു ആദരവ്. റാന്നി MS ഹൈസ്കൂള്, ഗുരുകുല ഹൈസ്കൂള്, ഇതൊന്നും നമ്മുടെ ആ സ്കൂളിൽ നമുക്കൊരു ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാലേ. അതുപോലെ ഓരോ പ്രോഗ്രാമുകൾ ഉദ്ഘാടനം, കടകൾ ഉദ്ഘാടനം, പോലെ സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഉണ്ടായ മാറ്റങ്ങളും അതിശയങ്ങളും മൊത്തം
അതിനെ തുറന്ന് എടുത്ത് പറയില്ല, ഉണ്ടാകും മൊത്തം അത് തന്നെയാണ്. അതെ. ആ ഒരു പ്രത്യേകിച്ചായിട്ട് ഒന്നും പറയാം. സിനിമയിലൊക്കെ പച്ച വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു വേഷത്തിന് വിളിച്ചപ്പോഴേ ഭയങ്കര സന്തോഷം. അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായിട്ട് ഇത് വന്ന പിന്നെ നമുക്ക് കുറേ ഓഫീസുകളില്ലേ പോയാൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അങ്ങനെ ക്യൂ നിൽക്കേണ്ട പടപടയുന്ന കാര്യങ്ങൾ നടക്കും. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയി. അതെ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതുപോലെ പോലീസുകാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മളെ അറിയാം. പോലീസ് സ്റ്റേഷനിലാണോ അതോ? അല്ല, പോലീസ് റൂട്ടൊക്കെ സഞ്ചരിക്കുമ്പോഴേ പോലീസ് സ്റ്റേഷൻ്റെ അത് ഞാൻ അപ്പം ഒരു ദിവസം ഒരു സാറിനോട് പറഞ്ഞതാ, ഉമ്മാരിക്കുമ്പോൾ സ്റ്റേഷനിലൊന്ന് അങ്ങോട്ടൊന്ന് വരണേന്ന് പറഞ്ഞു. ഞാൻ സാറ് കഴിവതും അവിടെ കയറാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാനല്ല, ചുമ്മാ ഒന്ന് സംസാരിച്ചിരിക്കാനാണ്. അപ്പൊ അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴേ അത് ഭയങ്കര സന്തോഷം. അവരെ കൊണ്ടൊക്കെ നമുക്ക് ഇപ്പോഴും രാത്രിയിലെ കൂടുതൽ അവിടെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വന്ന് ചിക്കാനൊക്കെ. അപ്പം ഗ്ലാസ് നമ്മളാന്ന് പറയുമ്പോൾ പ്രിപ്പറ ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹമുണ്ട്. അവരുടെ ശൈലിയിൽ നിന്ന് വിട്ടിട്ട് നമ്മളോട് ഒരു സ്നേഹം. കാരണം നമ്മളെല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതാ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഫ്രീഡം നമുക്ക് കുറച്ചുകൂടി നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തൊട്ടേ പരിചയമുള്ള അല്ലെങ്കിൽ നമ്മളുള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെ 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 അങ്ങനെ നിങ്ങളുടെയൊക്കെ കൗണ്ടർ നമ്മളെ അത്രയും ആസ്വദിപ്പിക്കുന്നു ചിരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞതേ, നിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ അങ്ങനത്തെ പോലെ. അഥവാ നമുക്ക് ഭയങ്കര സന്തോഷം അത്. അതെന്ന് പറഞ്ഞാൽ അവരുടെ പിള്ളേർ ആളെ പോലെ നമ്മളെ കരുതുന്നവര്. അങ്ങനെ ഒത്തിരി പേര്, കുറേ അമ്മച്ചിമാർ അത് നമ്മളെ കെട്ടിപ്പിടിച്ച്. സുജിത്തിനാണെങ്കിൽ അവൻ അമ്മൂമ്മ സ്കിറ്റിൻ്റെ കുറേ ചെയ്ത അമ്മൂമ്മ. അപ്പം ഞങ്ങൾ സ്റ്റേജിൽ കഴിഞ്ഞ സീസണിൽ മൊത്തം കളിച്ച സ്റ്റേജ് കളിക്കാറുണ്ട്. അപ്പോൾ ഔട്ടിന്നൊക്കെ കളിച്ചിരുന്നു. ഭയങ്കര സംഭവം. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്യാരക്ടർ. ഇപ്പം അമ്മൂമ്മയാക്കി അപ്പൂപ്പനുമാക്കി ഇപ്പം സ്വർണ്ണപ്പല്ലൊക്കെ എടുത്തത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു കേട്ടോ. സുജിത്ത് ഔട്ട് കളിക്കുക. അവനെ കളിച്ച് കൗണ്ടർ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു പൊടിയോ കൊച്ചാട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. അതും ഈ പനച്ച ടീച്ചറാണല്ലോ ഫേമസ്. അപ്പോൾ ഈ പൊടിയോ കൊച്ചാണും അമ്മൂമ്മയുടെ പേര് ഭാനുമതി. പിന്നെ സ്റ്റേജിൽ കളിച്ച കൂട്ടത്തില്ലേ എൻ്റെ അമ്മൂമ്മയോട് പറഞ്ഞു, പൊടിയോ കൊച്ചാണ് മെസ്സേജ് ഇടാറുണ്ട് ഇല്ലേ, അങ്ങോട്ട് എണ്ണിക്കാൻ പറഞ്ഞു. നല്ല പ്രായമുള്ളവരും വെച്ച് ചെന്ന് പറഞ്ഞ് പൊടിയോ കൊച്ചാൻ്റെ ഫോണിൽ മെസ്സേജ് ഇടാറുണ്ട് ഇല്ലേ, അവരെ തോന്നിവാസം പറയുന്നതെന്ന് ചോദിച്ചു. അവരെ സീരിയസ് ആയിട്ട് എടുത്തു ഈ അമ്മച്ചി. ഓഡിയൻസാ, ഓഡിയൻസ് ഇടയിൽ കിടന്ന് കളിക്കുക, ഓഡിയൻസ് ഔട്ടിൽ കളിക്കുക. നമ്മള് മൈക്കും പിടിച്ചോണ്ട് ഇവൻ പോവാ. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അങ്ങോട്ട് എണ്ണിക്കാൻ പറഞ്ഞു. അമ്മച്ചി അങ്ങോട്ട് എണ്ണിച്ചു. അപ്പോൾ കുറേ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മച്ചിയോട്, അമ്മച്ചി എണ്ണിച്ചൊരു കാര്യം പറയട്ടെ. അമ്മച്ചി വയ്യാതെ എണ്ണിച്ച് പൊടിയം കൊച്ചാൻ്റെ ഫോണിൽ മെസ്സേജ് ഇടുന്നുണ്ടോ. അമ്മച്ചി പറഞ്ഞു തോന്നിയ മാസം പറയുന്നു. എന്നിട്ട് നല്ലൊരു തെറിയും വിളിച്ചു. ഇവന് തിരിച്ച് കയറി വന്ന് സ്റ്റേജിൽ വന്ന് ഈ സ്കിറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങളെ വിളിച്ചിട്ട് പോയി ഈ സംഭവം പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു. അമ്മച്ചി അത് അന്നേരം ചിരി എണ്ണീച്ചപ്പോൾ കയറിച്ച് നിൽക്കുക. അപ്പോൾ കാരണം അമ്മച്ചി അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഇത്രയും നേരം കണ്ടിട്ട് മനസ്സിലായില്ല. ഇല്ല, കാരണം ഇത് ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ പ്രായമല്ലേ, ഒട്ടും നിൽക്കാൻ വയ്യ അവർക്ക്. അതുപോലെ പ്രായമാണ്. അത് ഞങ്ങൾ എല്ലാം കൂടെ കൂട്ട ചിരിച്ചു പോയി. ലൈഫിൽ തന്നെ അടുത്ത കുറെ സ്കിറ്റിലുള്ള കണ്ടന്റ് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉടനെ ഉണ്ട്, ഉടനെ ഷൂട്ടാ 2 സ്കിറ്റ് വേണം. അപ്പൊ ഇതിനിടയ്ക്ക് 2 പ്രോഗ്രാം ഉണ്ട്, അതുകൂടെ പോകണം. ഇനിയിപ്പം ഗൾഫ് ഷോസ് ആണോ സിനിമയുടെ? ഞങ്ങൾക്ക് ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പം എനിക്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, സിനിമ എത്ര കിട്ടിയാലും നമ്മളെ ചിരിപ്പിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും വിടരുത്. തീർച്ചയായിട്ടും. കാരണം സിനിമയിലെ ഒരു ക്യാരക്ടർ സംഭവമായിരിക്കും. അവിടെ നമ്മൾ നിങ്ങളുടെ ഈ ഒരു ചിരിപ്പിക്കുന്ന സാധനം മിസ്സിംഗ് ആവും. അതുകൊണ്ട് എത്രയൊക്കെ ചെയ്താൽ വളരണം, എല്ലാവരും വളരണം, നമ്മളെല്ലാവരും വളർച്ചയ്ക്കാണ് നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു ഇതില് ശുദ്ധഹാസ്യം നമുക്ക് കിട്ടുന്നത് നിങ്ങളെല്ലാം അത് തുടർന്നും പ്രതീക്ഷിക്കാം. പ്രേക്ഷകരോടെ ഇരിക്കെ കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ
അവിടെ അത് ഞാൻ ഫാമിലി പരമായിട്ട് എല്ലാം നിങ്ങളോട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിലും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ഉണ്ടാവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ. നന്ദി.